ഏകദേശം 260 വർഷം മുമ്പ് യമനിലെ ഹദർമൂത്തിലെ തെരീമിൽ നിന്നാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഒരു റമദാനിൽ കോഴിക്കോട് കപ്പൽ ഇറങ്ങുന്നത്. കോഴിക്കോട് വന്ന മമ്പുറം തങ്ങൾ 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ കുട്ടി അവിടുത്തെ ബന്ധുവും ആത്മീയ ഗുരുവുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരിയുടെ വീട്ടിലേക്കാണ്, കോഴിക്കോട് ഷെയ്ഖ് ജിഫിരി വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഷെയ്ഖ് ജിഫിരി വീട്ടിൽ അന്ന് താമസിച്ചു. പിറ്റേ ദിവസം ഷെയ്ഖ് ജിഫിരിയുടെ കൂടെ മമ്പുറത്തേക്ക് എത്തുന്നു. പിന്നീട് മമ്പുറം തങ്ങൾ മമ്പുറത്തെ സ്ഥിര താമസക്കാരനായി മാറുകയാണ്. അങ്ങനെ സ്ഥിരതാമസമാക്കിയതിനു ശേഷം ആദ്യത്തെ വെള്ളിയാഴ്ച തിരൂരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയിൽ മമ്പുറം തങ്ങൾ ജുമാഅക്ക് പങ്കെടുത്തു. ജുമാ നിസ്കരിച്ചു കൊണ്ടിരിക്കെ തങ്ങൾ അവരിൽ കൈയടിച്ചു മാറി നിന്ന് ളുഹൂർ നിസ്കരിക്കുകയാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ ആളുകൾക്കിടയിൽ സംസാരമായി, എന്താണ് ഈ ചെറുപ്പക്കാരൻ, ഈ കുട്ടി മമ്പുറം തങ്ങൾ ജുമാ ഇടയിൽ വെച്ച് കൈയടിച്ചു പോയത് എന്ന സംസാരമായി. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ വിശദീകരിച്ചു, ഇമാമ് നിന്നിരുന്ന ജമാലുദ്ദീൻ മഖ്ദൂമി എന്ന ഇമാം അദ്ദേഹത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പശുവിനെ കുറിച്ചുള്ള ചിന്ത, അഥവാ അദ്ദേഹത്തിന് പശുപ്പാല് വേണം, അപ്പോൾ പശുവിനെ വാങ്ങാനുള്ള ഒരു ചിന്ത നിസ്കാരത്തിൽ വന്നതാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ആ ഇമാമത്തിന്റെ ആ ജമാഅത്തിന്റെ കണക്ഷൻ വിട്ടിട്ട് വേറെ ളുഹൂർ നിസ്കരിച്ചു എന്നുള്ളതാണ്. ഈ സംഭവം നടന്നതോടുകൂടി, തങ്ങളെ വിശദീകരണം വന്നതോടുകൂടി ഈ ചെറുപ്പക്കാരനായ മമ്പുറം തങ്ങൾ മഹാനവറുകൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്.